വെൽക്കം ബാക്ക് ടു അനദർ സെഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. കഴിഞ്ഞ വീഡിയോസ് കാണാത്തവർ മസ്റ്റായും ആ വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോയിലേക്ക് വരാം. ഇവിടെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 2 ജോബ് ഡിസൈനാണ്. നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഫസ്റ്റ് ടോപ്പിക്, ജോബ് ഡിസൈൻ. Job design means planning a job properly so it can be done efficiently. It tells who will do the job, what they will do, how and in what order. A well-designed job helps achieve the task smoothly. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് പ്രോപ്പറായി പ്ലാൻ ചെയ്യുന്നതിനെയാണ് ഡിസൈൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ജോബ് നന്നായി പെർഫോം ചെയ്യണമെങ്കിൽ ഒരു ശരിയായ പ്ലാൻ ഉണ്ടായിരിക്കണം. ഇതിനെയാണ് ജോബ് ഡിസൈൻ എന്ന് പറയുന്നത്. അതായത് ഒരു ജോബ് ആരാണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്യണം, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന പ്ലാനിങ് ഓർഡറാണ് ജോബ് ഡിസൈൻ. ആൻഡ് ജോബ് ഡിസൈൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഒരു ജോബിലേക്ക് റൈറ്റായിട്ടുള്ള എംപ്ലോയീസിനെ ഹയർ ചെയ്യുക, അതിലൂടെ ടൈമും എഫേർട്ടും സേവ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു ജോബ് നന്നായി കംപ്ലീറ്റ് ചെയ്യുക, നന്നായി പെർഫോം ചെയ്യുക. ഇനി ജോബ് ഡിസൈനിൻ്റെ ബെനിഫിറ്റ്സിലേക്ക് വരുമ്പോൾ ഒരു എംപ്ലോയി ചെയ്യുന്ന ടാസ്കും അവരുടെ സ്കിൽസും തമ്മിലുള്ള മിസ്മാച്ചിനെ അവോയ്ഡ് ചെയ്യുക. അതായത് ഓരോരുത്തർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ജോലി അവർ ചെയ്യുക. ദെൻ എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ, കംഫർട്ട് ഇതൊക്കെ ഇൻക്രീസ് ചെയ്യുക. അതുപോലെ തന്നെ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നതിൽ ഹെൽപ്പ് ചെയ്യുക. ദെൻ എംപ്ലോയീസിൻ്റെ കരിയർ ഗ്രോത്തിൽ സപ്പോർട്ട് ചെയ്യുക. അതുമാത്രമല്ല എംപ്ലോയീസിൻ്റെ പെർഫോമൻസും ജോബ് സാറ്റിസ്ഫാക്ഷനും ഇംപ്രൂവ് ചെയ്യുക. ഇതൊക്കെ ജോബ് ഡിസൈൻ്റെ ബെനിഫിറ്റ്സ് ആണ്. നെക്സ്റ്റ് ടോപ്പിക്, മെത്തേഡ്സ് ഓഫ് ജോബ് ഡിസൈൻ. ജോബ് ഡിസൈൻ 4 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ജോബ് സിംപ്ലിഫിക്കേഷൻ, ജോബ് എൻറിച്ച്മെൻറ്റ്, ജോബ് എൻലാർജ്മെൻറ്റ് ആൻഡ് ജോബ് റൊട്ടേഷൻ. നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ജോബ് സിംപ്ലിഫിക്കേഷൻ. Job simplification is the process of breaking down a complex job into smaller, manageable sub-tasks and arranging them in a sequence. നമുക്കിവിടെ തന്നിരിക്കുന്ന ഒരു എക്സാമ്പിളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫോർ എക്സാമ്പിൾ, ഒരു കാർ സർവീസ് സെൻറ്ററിൽ ഒരു ടയർ മാറ്റുന്ന ജോബ് എടുത്താൽ വളരെ ഈസിയായി തോന്നുമെങ്കിലും അത് കുറച്ച് ടാസ്ക് ഉള്ള പണിയാണ്. അതായത് ഓൾഡ് ടയർ റിമൂവ് ചെയ്യുക, വീൽ റിം ഡാമേജ് ചെക്ക് ചെയ്യുക, ബ്രേക്ക് ഡിസ്ക്, പിന്നെ ബാലൻസിങ്, അലൈൻമെൻറ്റ് വീലിൻ്റെ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ഇതെല്ലാം ഒരാൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ഈ ടാസ്കൊക്കെ ഓരോ സ്റ്റേജായി ഡിവൈഡ് ചെയ്ത് ഓരോ ഡിഫറെൻറ്റ് എംപ്ലോയീസിന് അസൈൻ ചെയ്ത് കൊടുത്താൽ ജോബ് ഈസിയായി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് ജോബ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ജോബിനെ ചെറിയ ചെറിയ ടാസ്ക്കായി ഡിവൈഡ് ചെയ്ത് ഓർഡറാക്കി അറേഞ്ച് ചെയ്ത് ഓരോ വർക്ക് ചെയ്യാനും ഓരോ എംപ്ലോയീസിനെ അസൈൻ ചെയ്യുന്നതിനെയാണ് ജോബ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. ജോബ് സിംപ്ലിഫിക്കേഷൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഒരു ജോബിനെ കുറിച്ച് നല്ല അണ്ടർസ്റ്റാൻഡിങ്ങും അതുപോലെ ഈസിയായി അത് ഫിനിഷ് ചെയ്യാനും സാധിക്കും. ജോബ് എൻറിച്ച്മെൻറ്റ്. Job enrichment is the process of adding more responsibility, autonomy and meaningful tasks to an employee's current job to make it more satisfying. Enrichment എന്ന വേർഡിൻ്റെ മീനിങ് തന്നെ ഒരു പെർട്ടിക്കുലർ തിങ്ങിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുക എന്നാണ്. അതുപോലെ തന്നെ ജോബ് എൻറിച്ച്മെൻറ്റ് എന്നാൽ എംപ്ലോയീസിൻ്റെ ജോബ് വാല്യൂ ഇൻക്രീസ് ചെയ്യുക എന്നാണ്. അതായത് അവർക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി കൊടുക്കുക, ഡിസിഷൻ മേക്കിംഗ് പവർ കൊടുക്കുക, അതിലൂടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഒരു കാർ സർവീസ് സെൻറ്ററിലെ ടെക്നീഷ്യൻ്റെ സ്കിൽസ് മനസ്സിലാക്കി അത് റെക്കഗ്നൈസ് ചെയ്ത് മാനേജ്മെൻറ്റ് ആ ഒരു എംപ്ലോയിക്ക് അഡീഷണൽ റെസ്പോൺസിബിലിറ്റീസ് അസൈൻ ചെയ്യുന്നു. അതായത് ഒരു എൻ്റയർ ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്യാൻ, കോർഡിനേറ്റ് ചെയ്യാൻ ആ ഒരാളെ എന്ത് ചെയ്യുന്നു, അസൈൻ ചെയ്യുന്നു. ഈ ഒരു ആഡിങ് മോർ റെസ്പോൺസിബിലിറ്റി ആ എംപ്ലോയിയിൽ കൂടുതൽ കോൺഫിഡൻസും മോട്ടിവേഷനും അതുപോലെ തന്നെ ഒരു സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ്, അതായത് സ്വയം നേടിയെടുത്തൊരു ഫീൽ ഉണ്ടാക്കും അല്ലേ. ഈ ജോബ് എൻറിച്ച്മെൻറ്റിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യുക, അതുപോലെ എംപ്ലോയിക്ക്
ഫ്രീഡം, ഡിസിഷൻ മേക്കിംഗ് ഫ്രീഡം കൊടുക്കുക. ആൻഡ് വേർട്ടിക്കൽ അഡിഷൻ. ഈ വേർട്ടിക്കൽ അഡിഷൻ മീൻസ് ഓൾറെഡി സുപ്പീരിയേഴ്സ് ചെയ്തുകൊണ്ടിരുന്ന ടാസ്ക് ആയിരിക്കും ഈ ഒരു എംപ്ലോയിക്ക് എന്ത് ചെയ്യുക, അസൈൻ ചെയ്യുക. സോ അതുകൊണ്ടാണ് ഒരു വേർട്ടിക്കൽ അഡിഷൻ എന്ന് പറയുക. ആൻഡ് ഇറ്റ് ഓൾസോ ഇംപ്രൂവ്സ് എംപ്ലോയി മോട്ടിവേഷൻ, സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പെർഫോമൻസ്. അപ്പോൾ ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയിക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി കൊടുക്കുക, ഡിസിഷൻ മേക്കിംഗ് പവർ അവർക്ക് കൊടുക്കുക. നെക്സ്റ്റ്, ജോബ് എൻലാർജ്മെൻറ്റ്. Job enlargement is the process of increasing the number of tasks and responsibilities assigned to an employee at the same level to make the job more varied and interesting. See, job enlargement means ഒരു എംപ്ലോയിക്ക് സെയിം ജോബ് ലെവലിൽ തന്നെ സിമിലറായ കൂടുതൽ ടാസ്കും റെസ്പോൺസിബിലിറ്റീസും അസൈൻ ചെയ്യുന്നതാണ് ജോബ് എൻലാർജ്മെൻറ്റ് എന്ന് പറയാം. അതായത് ഒരു എംപ്ലോയി ഓൾറെഡി വർക്ക് ചെയ്യുന്ന ടാസ്കിന് സിമിലർ ആയിട്ടുള്ള വേറെ കുറച്ചധികം ടാസ്കും റെസ്പോൺസിബിലിറ്റീസും കൊടുക്കുക. ഇവിടെ അവർക്ക് സുപ്പീരിയർ പവേഴ്സോ ഓട്ടോണോമി, അതായത് ഡിസിഷൻ മേക്കിംഗ് പവർ ജോബ് എൻറിച്ച്മെൻറ്റിനെ പോലെ ഉണ്ടായിരിക്കില്ല. സെയിം ലെവലിൽ നിന്നുകൊണ്ട് സിമിലർ ആയിട്ടുള്ള കൂടുതൽ ടാസ്ക് പെർഫോം ചെയ്യുക, അതിനെയാണ് ജോബ് എൻലാർജ്മെൻറ്റ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, രാഹുൽ വീൽ ബാലൻസിങ് ആൻഡ് അലൈൻമെൻറ്റ് സെഷനിൽ ഒരു കാർ സർവീസ് സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ബ്രേക്ക് സിസ്റ്റം ടെക്നീഷ്യൻസിൻ്റെ ഷോർട്ടേജ് അവിടെ ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു, മാനേജർ രാഹുലിനെ ബ്രേക്ക് ഡിസ്ക് ഇഷ്യൂ സെക്ഷനിലേക്ക് എന്ത് ചെയ്തു, ട്രെയിനിങ് കൊടുത്ത് ആ ഡ്യൂട്ടീസും കൂടി അസൈൻ ചെയ്തു. സോ ഇങ്ങനെ ഒരു പുതിയ ടാസ്ക് സെയിം ലെവലിൽ നിന്ന് തന്നെ അസൈൻ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക, ജോബ് എൻലാർജ്മെൻറ്റ് എന്ന് പറയുക. സോ ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ എക്സ്പാൻഷൻ ആയിരിക്കും. അതായത് സെയിം ലെവലിൽ സിമിലർ ഡ്യൂട്ടീസ് ബട്ട് അഡീഷണൽ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ആൻഡ് സെയിം റെസ്പോൺസിബിലിറ്റി ലെവൽ തന്നെ ആയിരിക്കും. പിന്നെ എംപ്ലോയീസിന് ഒരു ബോർഡം എന്ത് ചെയ്യും, അവോയ്ഡ് ചെയ്യും. ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും ആൻഡ് ബെറ്റർ സാലറി കൊടുക്കും. അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ മാക്സിമം ഒരു പൊട്ടൻഷ്യൽ, അവരെ മാക്സിമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഇൻക്രീസ് അതോറിറ്റി ഓർ ഡിസിഷൻ മേക്കിംഗ് പവർ. അപ്പോൾ ജോബ് എൻറിച്ച്മെൻറ്റിനെ പോലെ ഇവിടെ എന്തില്ല, ഡിസിഷൻ മേക്കിംഗ് പവർ ഇല്ല. നെക്സ്റ്റ്, ജോബ് റൊട്ടേഷൻ. ജോബ് റൊട്ടേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഷിഫ്റ്റിംഗ് എംപ്ലോയീസ് ഫ്രം വൺ ജോബ് റോൾ ടു അനദർ അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ടു എൻഹാൻസ് സ്കിൽ ഡെവലപ്മെൻറ്റ്. ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ ഒരു ജോബിൽ നിന്നും മറ്റൊരു ജോബിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, അതായത് മൂവ് ചെയ്യുക, അവർക്ക് ഡിഫറെൻറ്റ് ജോബ്സ് അസൈൻ ചെയ്യുക. സോ ജോബ് റൊട്ടേഷൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് റിപ്പീറ്റഡ്ലി നമ്മളൊരു ജോബ് കണ്ടിന്യൂസ്ലി ചെയ്യുവാണെങ്കിൽ നമുക്കത് ബോറാവും അല്ലേ. അപ്പോൾ ഈ ഒരു ബോർഡം അവോയ്ഡ് ചെയ്യാനും അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ മോട്ടിവേഷൻ ഇൻക്രീസ് ചെയ്യാനും അവർക്ക് കമ്പനിയോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യാൻ, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സ്കിൽസ് അവർക്ക് ഡെവലപ്പ് ചെയ്യും. അതായത് ഒരു കമ്പനിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, എന്തൊക്കെ ഡിഫറെൻറ്റ് ജോബ്സ് ഉണ്ട്, അപ്പോൾ ഇതിലേക്കെല്ലാം നമ്മൾ അവരെ അസൈൻ ചെയ്യുവാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അവർക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ എക്സ്പീരിയൻസും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ആൻഡ് പുതിയ ഫ്യൂച്ചറിലേക്കുള്ള മൾട്ടിപ്പിൾ റോൾസിലേക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡാപ്റ്റ് ആവും. ഫോർ എക്സാമ്പിൾ, ഇവിടെ തന്നിരിക്കുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. അതായത് ഒരു ബാങ്കിൽ ഡിഫറെൻറ്റ് എംപ്ലോയീസ് ക്യാഷ്യറിൻ്റെ പൊസിഷനിലേക്ക് വരുന്നു. സോ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാ ടാസ്കും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലേൺ ചെയ്യാൻ പറ്റും. സോ യൂണിറ്റ് 2 വളരെ ഡീറ്റെയിൽ ആയി തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.